ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു അടുക്കളയിലെ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ ഒരു പ്രിപ്പറേഷൻ നോക്കാം. ഒരുപാട് ദിവസമായല്ലോ ലോങ് വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചക്കത്തെ ഊണിന് വേണ്ടിയിട്ടുള്ള കറിയാണ് റെഡിയാക്കുന്നത്. മത്തിയാണ് കിട്ടിയത്. അപ്പോൾ മത്തിക്കറിയും മത്തി ഒഴിച്ചതും ബീൻസ് വറവും ആക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഒന്നാമത് ലേറ്റായി, വാവനെ കൊണ്ട് കുറച്ച് സമയം ലേറ്റായിപ്പോയി. 12 മണി അടുപ്പിച്ചാണ് ഞാൻ അരിയിട്ടത് ചോറിന്. എന്നാൽ നമുക്ക് വേഗം തന്നെ എല്ലാം റെഡിയാക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചോറിന് അരിയിട്ടിട്ട് ഗ്യാസിലാണ് വെക്കുന്നത്. ഇത് ചെറിയൊരു അടുക്കള ആയതുകൊണ്ട് അടുപ്പ് കൂട്ടിയിട്ടില്ല, ഇവിടെ അടുപ്പ് വെച്ചിട്ടില്ല. അധികം എല്ലാം ഞാൻ ഗ്യാസിൽ തന്നെയാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്കൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു കഷ്ണം പുളി എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെക്കുക. അത് നല്ലോണം ഊറിക്കിട്ടും, പുളി നല്ലോണം അല്ലി കിട്ടും. അപ്പോൾ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ളത് അറിയാലോ: തക്കാളി, പച്ചമുളക്, ഇഞ്ചി. ഒരു കണ്ട ഇഞ്ചി മതി. ഇവിടെ കണ്ണൂരുകാരുടെ സ്റ്റൈലിൽ തേങ്ങ അരച്ച് വെക്കുന്നതാണ്. എല്ലാവർക്കും അറിയാം മീൻകറി എങ്ങനെയാണ് വെക്കേണ്ടത്. അപ്പോൾ ഇത് എങ്ങനെ റെഡിയാക്കേണ്ടത് നോക്കുന്നില്ല. ഇന്ന് എൻ്റെ വീട്ടിലുള്ള ഒരു കറിയാണ് കാണിച്ചിരുന്നത്. ഒരു ചെറിയ കണ്ട ഇഞ്ചി മതി. പൊതുവെ ചിലർ ഉള്ളി ഇടാറുണ്ട് മീൻകറിക്ക്. ഞാൻ ഉള്ളി ഇടുന്നത് കുറവാണ്. ഓരോ സമയത്തേ ഉള്ളി ഇടും. അപ്പോൾ ഞാൻ ഉള്ളി ഇടാണ്ട് വെക്കുമ്പോഴാണ് എനിക്ക് ഒരു കറിക്കൊരു ടേസ്റ്റ് കൂടുതൽ പോലെ തോന്നിയത്. അതുകൊണ്ട് ഉള്ളി ഇടാണ്ട് ഞാൻ വെക്കൽ. അപ്പോൾ ആദ്യം ഒരു ചട്ടി വെക്കുക. മൺചട്ടിയാണ് ഏറ്റവും നല്ലത്. പിന്നെ എൻ്റെ മൺചട്ടി പൊട്ടിപ്പോയി ചൂട് കയറിയിട്ട്, അത് മേടിക്കണം വേറെ. അതുവരെ തൽക്കാലം ഇതിലാണ് വെക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പച്ചമുളക്, ഇഞ്ചി, തക്കാളി ഇതൊക്കെ ഇട്ടിട്ടാകുമ്പോൾ അതിൽ അരച്ച് വെച്ച് അരവൊഴിക്കുക. അരവിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് അറിയാലോ: 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു നുള്ള് ചെറിയ ജീരകം. അപ്പോൾ നമ്മളെ പുളിയും കൂടി ഇവിടെ അനഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലോണം പിഴിഞ്ഞ് അതിൻ്റെ ചാറ് മാറ്റി വെച്ചിന്. അപ്പോൾ പുളി വെള്ളം കൂടി അതിൻ്റെ അകത്ത് ചേർക്കുക. എന്നിട്ട് നല്ലോണം കൈയിട്ടിട്ട് തക്കാളിയും പച്ചമുളകും ഉടയുന്ന രീതിയിൽ നല്ലോണം കലക്കിയെടുക്കുക. കൈ കൊണ്ട് തന്നെ നല്ലോണം കലക്കുന്നതായിരിക്കും നല്ലത്. എല്ലാം ഉടഞ്ഞ് കിട്ടും കൈ കൊണ്ടാകുമ്പോൾ. അപ്പോൾ കൈ കൊണ്ട് നമുക്ക് നല്ലോണം ഞണ്ടി എടുത്ത് കലക്കി വെക്കും. നമ്മൾ കറി കലക്കുക നല്ലോണം. അപ്പോൾ പെട്ടെന്നൊരു തോന്നൽ, ഒരുപാട് ദിവസമായില്ലേ ലോങ് വീഡിയോ ഇട്ടിട്ട്, അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്നാണ് എടുത്തത്. അപ്പോൾ ഇവിടെ മഴയൊക്കെ തുടങ്ങിയതുകൊണ്ട് മീൻ കിട്ടുന്നതൊക്കെ കുറവാണ്. മീൻ കിട്ടുന്നുണ്ട്, പക്ഷെ അധികം ഫ്രഷായിട്ട് കിട്ടുന്നില്ല. ഐസായിട്ടാണ്, ഐസിലിട്ട മീനാണ്. ചില സമയങ്ങളിൽ ഫ്രഷായിട്ട് കിട്ടുന്നുള്ളൂ. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കടപ്പുറം, മീൻ വെക്കുന്ന ഹാർബറൊക്കെ ഉണ്ട്. മീൻ അധികം കിട്ടാറുണ്ട് ഫ്രഷ്. അപ്പോൾ ഇന്ന് എനിക്ക് ഫ്രഷായി തോന്നിയിട്ടില്ല. അപ്പോൾ നല്ലോണം കറി കലക്കിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നല്ലോണം ഒന്ന് വീണ്ടും കലക്കി വെക്കുക. നല്ലോണം ഒന്ന് ഇളക്കിയിട്ടാകുമ്പോൾ മൂടി വെച്ച് അടച്ചിട്ട് ഗ്യാസ് കത്തിച്ച് വെക്കുക. ബാക്കി പത വെഞ്ഞിട്ടാകുമ്പോൾ മീൻ ഇട്ടാൽ മതി. പിന്നെ അടുത്തത് മീനിൽ മുളകും മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് പെരക്കി വെച്ചിട്ട്, അപ്പോൾ അത് നമുക്ക് ആദ്യം ഒന്ന് പൊരിച്ചെടുത്താൽ അതുവരെ ആകുമ്പോൾ അത് പതക്കുമല്ല. അന്നേരം അതിനകത്ത് മീനിടാം. ഒരു 5-6 മത്തി പൊരിക്കാനെടുത്ത് മാറ്റി വെച്ചതാണ്. റിയ പൊരിച്ചത് കഴിക്കില്ല. റിയക്ക് കറിയിലെ മീനാണ് വേണ്ടത്. അതുകൊണ്ട് പൊരിച്ചത് എനക്കും എൻ്റെ ഭർത്താവിനുമാണ്, റിയൻ്റെ അച്ഛനുമാണ് കഴിക്കും അധികം. അച്ഛൻ കഴിക്കുന്നതും കുറവാണ്. പൊരിച്ചത് ഞാൻ തന്നെ അധികം കൂട്ടാറ്. അപ്പോൾ ഇത്രയും ദിവസം പച്ചക്കറിയാണ്. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ മീൻ എടുത്തത്. മീൻ മേടിക്കുമ്പോഴാണെങ്കിൽ ഫ്രഷും കിട്ടിയിട്ടില്ല. ഫ്രഷായിട്ടുള്ള മീനിനെ കൊണ്ടുള്ള കറി വെച്ച് കഴിഞ്ഞാൽ അത് വേറെ തന്നെ ഒരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് ടേസ്റ്റ് എങ്ങനെയാണെന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം. അങ്ങനെ മീൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. കറി പത വരുന്നുണ്ട്.
നമുക്കൊന്ന് നോക്കാം. പതഞ്ഞ് വരുന്നുണ്ട്. നമുക്കെന്നാൽ മീനെടുത്തിടാം കറിയിൽ. അപ്പോൾ മത്തിയാണ്. മത്തിക്കെല്ലാം വലിയ വിലയാണ് ഈ മഴ സമയത്ത്. മത്തിക്കൊക്കെ മീനുകൾക്കൊക്കെ വില കൂടി. ഇവിടെ അരക്കിലോ 160 രൂപ അങ്ങനെ ഉണ്ട്. അങ്ങനെ മത്തി ഓരോന്ന് എടുത്തിടുക. പിന്നെ വീഡിയോയിൽ എൻ്റെ സംസാരം എന്തെങ്കിലും ഇഷ്ടപ്പെടാതെ ഇരിക്കില്ല. സ്റ്റാർട്ടിങ് ആയതുകൊണ്ടുള്ള കുറച്ച് ട്രബിളാണ്. അതെല്ലാം സംസാരിച്ച് ഞാൻ ശരിയാക്കിക്കോളൂ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. ഒരുപാട് ദിവസമായി ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ സംസാരം മാറ്റിയെടുക്കാം. ഇനി പരമാവധി ലോങ് വീഡിയോ ഇടാൻ വേണ്ടി ഞാൻ നോക്കാം. അങ്ങനെ സംസാരിച്ച് വീഡിയോ ഇടുമ്പോൾ കുറച്ച് ശരിയായി വരുമല്ലോ. അപ്പോൾ എന്തെങ്കിലും തെറ്റ് എല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. പിന്നെ ബീൻസ് വറക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. പക്ഷെ അതിൻ്റെ വീഡിയോ ഞാൻ മുറിക്കുമ്പോൾ എടുത്തിട്ടില്ല. അപ്പോഴത്തേക്ക് വാവ എണീച്ച് പോയി. അതുകൊണ്ട് പെട്ടെന്ന് ഓൾറെഡി സമയമായതുകൊണ്ട് പെട്ടെന്നാണ് എല്ലാം ചെയ്തത്. അപ്പം ബീൻസും കൂടി വറുത്തിന് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. ഇപ്പോൾ ജസ്റ്റ് പൊരിച്ചതും കറീൻ്റെയും വീഡിയോ മാത്രമാണ് ഇടുന്നത്. അങ്ങനെ മീൻ മറിച്ചിടുന്ന ഓരോന്നായി മറിച്ചിടണം. പെട്ടെന്ന് ചിലത് വേഗം കിട്ടും. മൊരിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ്. കറി നല്ലോണം പതച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇളക്കിയിട്ടാകുമ്പോൾ നമുക്കതൊന്ന് മൂടി വെക്കാം. കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പൊരിച്ചതും ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. ഇന്നത്തെന്ന് വെച്ചാൽ ഈ വീഡിയോ എടുത്തിട്ട് 2-3 ദിവസമായും കഴിഞ്ഞു കേട്ടോ. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് വോയിസ് ഇട്ടപ്പോഴത്തേക്കാണ് ലേറ്റായി പോയത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ.